ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സോളോ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചാൻ വരെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ഒരു ബാലൻസ് വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ നമ്മുടെ ഡ്യൂക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഏകദേശം ഒരു 600 കിലോമീറ്റർ റൈഡ് കഴിഞ്ഞ് വന്നേക്കുന്നതാണ്. വണ്ടി കഴുകിയിട്ടും കൂടി ഇല്ല കേട്ടോ. വണ്ടി ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരുത്തിയിട്ടുണ്ട്. നമ്മുടെ പെഡോക്സ് ചാനലൊക്കെ ഇട്ട് വണ്ടി ഒന്ന് ചെയിൻ ലൂബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വിസ്റ്റയുടെ ചെയിൻ ലൂബും ചെയിൻ ക്ലീനുമാണ് ഇപ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വണ്ടി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ വന്നുകൊണ്ട് നമ്മൾ ചെറിയൊരു നക്ഷത്രമൊക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അച്ഛന്മാരെ അങ്ങനെ നമ്മുടെ 19 ഇഞ്ച് ടയർ ഇട്ടിട്ടുള്ള ഒരു ടെസ്റ്റ് റൈഡിലാണ് ഞാനിപ്പോൾ. ഞാൻ ആലുവയിൽ നിന്ന് ഏകദേശം കോഴിക്കോട് വരെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നുണ്ടോ. അപ്പോൾ ഏകദേശം ഒരു 200-250 കിലോമീറ്റർ അടുത്തായി. ഇപ്പോൾ ഉള്ളത് വടകരയിലാണ്. അപ്പം സോഫാർ എന്താ പറയുക, കിഡിലൻ പെർഫോമൻസ് തന്നെയാണ് കേട്ടോ. ടൂറിംഗ് കേപ്പബിലിറ്റി ശരിക്കും കൂടിയെന്ന് തന്നെ പറയാം. അതുപോലെ റൈഡിങ് കംഫോർട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. എനിക്കിതവരെ വേറൊരു അങ്ങനെ ടയർ സ്കിഡായി പോകണോ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും ഫീൽ ചെയ്തില്ല. എന്തായാലും ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 90% അടിപൊളി തന്നെയാണ് ഈ ഒരു ടയർ ഇട്ടിട്ട്. പിന്നെ എന്തായാലും ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 70 ഇഞ്ച് ടയർ ആകുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കട്ടേഴ്സൊക്കെ വരുമ്പോൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് വേണം നമുക്ക് പോകാനായിട്ട്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫോർട്ടായിട്ട് നമുക്കൊരു എന്താ പറയുക വളരെ കെയർലെസ് ആയിട്ട് ഇങ്ങനെ കയറി പോകാൻ പറ്റും. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ പോകുന്ന സമയത്ത് നമ്മൾ ഒരിടത്ത് പോലും നിർത്താതെ കണ്ടിന്യൂ സ്ട്രെച്ച് അടിച്ച് പോരുമായിരുന്നു ചെയ്തത്. എന്താ പറയുക, അങ്ങനത്തെ കുറേ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് മോട്ടോവ് പോകുന്നുണ്ട്. പുള്ളി ഇപ്പോൾ ADV390 ആണ് ലാസ്റ്റ് 2 ഇയർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവനും ഇതൊന്ന് ഓടിക്കാൻ കൊടുക്കാമെന്നുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ പുള്ളിയുടെയും കൂടി ഒരു അഭിപ്രായം എടുക്കാം, അവനത് ഓടിച്ചിട്ട് എന്താണ് ഫീൽ ചെയ്യണതെന്നുള്ളത്. അപ്പോൾ പിന്നെ എസ്പെഷ്യലി ഗ്രൗണ്ട് ക്ലിയറൻസ് അടിപൊളിയായിട്ട് കൂടിയിട്ടുണ്ട്. റൈഡിങ് കംഫോർട്ടും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഈ ഒരു കറണ്ട് സെറ്റപ്പ്, അതായത് നമ്മുടെ ബാക്ക് വീല് 17 ഫ്രണ്ട് വീല് 19 എന്നുള്ളൊരു സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതൊരു റോഡ് ടെസ്റ്റ് ആയിരുന്നു കേട്ടോ. ലൈക്ക് എന്തായാലും ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെസ്റ്റ് ചെയ്യാതെ നിങ്ങളോട് ഒരിക്കലും ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല എന്നുള്ളത്. കാരണം ബിക്കോസ് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് പോലെ ഇട്ടതാണ്. പിന്നെ അപ്പോൾ മച്ചന്മാരെ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 19 ഇഞ്ച് ടയർ ഇട്ടതിന് ശേഷമുള്ള ടെസ്റ്റ് ഡ്രൈവിന് ശേഷം വണ്ടി ശരിക്കും പറഞ്ഞാൽ വാഷ് പോലും ചെയ്തിട്ടില്ല. അതേപടി ഇവിടെ കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഒരു ട്രിപ്പ് പോകാനുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ടയറിലൊന്ന് തൊട്ട് അറിയാൻ പറ്റുന്നുണ്ട്, നല്ല ചെളിയും കാര്യങ്ങളും ഉണ്ട്. അപ്പം എന്താ പറയുക, ഈ ഒരു ടയറിൻ്റെ ഫീഡ്ബാക്ക് ഗായ്സ് അപ്പം നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല. കിടിലനായിരുന്നു, ഒരു രക്ഷയില്ല. 19 ഇഞ്ച് വീലിട്ട സമയത്ത് ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബമ്പിങ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് ടയർ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു വെയിറ്റ് കൂടുതൽ ഫീൽ ചെയ്യും. സോ പവർ ലോസും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ. പക്ഷേ മച്ചന്മാരെ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. എന്താ പറയുക, കിട്ടു പെർഫോമൻസ് ആണ് കേട്ടോ വണ്ടി വന്നത്. എസ്പെഷ്യലി ടൂറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മടുക്കില്ല. അപ്പോൾ അതൊരു കിടിലൻ ഇതായിരുന്നു. ഓ ഷിറ്റ്, എനിക്ക് വണ്ടിയുടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. വേറൊന്നുമല്ല, ഞാൻ കാലിക്കറ്റ് പോയ സമയത്ത് എന്താ പറയുക, അവിടെ തിക്കോടി ബീച്ച് ഡ്രൈവിംഗ് ബീച്ചാണ്. ആര് കണ്ടാലും എന്താ പറയുക ഒന്ന് കൊതിച്ചു പോകും. അപ്പോൾ അവിടെ ഒന്ന് വണ്ടി ഇറക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തുരുമ്പ് വന്നേക്കുന്നതെന്ന് തോന്നുന്നു. ബിക്കോസ് ആ ഒരു ബോൾട്ട് നമ്മൾ പുറമേ നിന്ന് സെറ്റ് ചെയ്ത ബോൾട്ടാണ് കേട്ടോ. ബാക്കി KTMൻ്റെ ബോൾട്സിനും കാര്യങ്ങൾക്കൊന്നും പ്രോബ്ലം ഒന്നുമില്ല. അതുണ്ട്, KTMൻ്റെ ബോൾട്ടും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഷീ ബോൾട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ W40 ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചേക്കാന്ന് വിചാരിച്ചു. കാരണം ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ W40 അയച്ചു. അപ്പോൾ ഗൈസ്, നമ്മുടെ ടയറിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിങ്ങിൽ ഒരു രക്ഷയില്ലാത്തൊരു ഫീഡ്ബാക്കാണ് കേട്ടോ വന്നത്. കിഡിലൻ തന്നെയാണ്. കാരണം നമുക്ക് എത്ര ഓടിച്ചാലും മടുക്കാത്തൊരു ഫീലായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ബാലൻസിങ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയ സ്ലോ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് മറ്റേ നമ്മൾ കുറച്ചുകൂടി ഹാൻഡലിങ്ങിനെ വെട്ടിക്കും. പക്ഷേ ഈ ഒരു കേസിൽ എനിക്ക് അങ്ങനെ വെട്ടിക്കേണ്ട അങ്ങനത്തെ ഒരു കാര്യങ്ങളും വന്നില്ല. വണ്ടിയുടെ കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ പവർ ലോസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി മറ്റേ ഈ ഒരു ADVയുടെ ഷോക്കിൻ്റെ കൂടെ ഈ ഒരു ടയർ ഇട്ടാലായിരിക്കും ഒരു ഈ പറഞ്ഞ പോലത്തെ ഒരു ലുക്ക് ഉണ്ടാവുക. അതല്ലെങ്കിൽ കുറച്ചുകൂടി ചിലപ്പോൾ ഇങ്ങനെ ഒരു കയറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളെപ്പോഴും അതൊരു ഡയറക്റ്റ്ലി നമ്മുടെ KTMൽ വരുന്ന ഷോക്കിലൂടെ ഈ ഒരു വീലിടുന്നതിനോട് എനിക്കറിയത്തില്ല. കാരണം ഇതിൽ കിടക്കുന്നത് ADVയുടെ ഷോക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു ലുക്ക് വരുന്നത്. പിന്നെ എസ്പെഷ്യലി പിന്നെ ഈ ഫെൻഡർ കാര്യങ്ങളിലും പൊങ്ങി നിൽക്കാൻ കാരണവും കൂടി ആ ഒരു ഷോക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ അത് അത്രയും പൊങ്ങിയായിരിക്കില്ല നിൽക്കുക, ഭയങ്കര ക്ലോസ് ആയിട്ടായിരിക്കും നിൽക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചും കൂടി അല്ല, അത്യാവശ്യം കുറച്ചും കൂടി എന്താ പറയുക ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ പെഡോക്കിലാണ് കേട്ടോ കിടക്കുന്നത്. ബട്ട് എന്നാൽ പോലും എത്തി. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ആയി, ബട്ട് സ്റ്റിൽ നമുക്ക് ആദ്യത്തെക്കാളും സീറ്റായിട്ട് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പൊങ്ങും ബാക്ക് കുറച്ച് താഴുകയും ചെയ്തു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സീറ്റായിട്ട് കുറച്ച് കുറഞ്ഞു, പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി. അങ്ങനത്തെ ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതും ഒരു
പൊളി സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നന്നായിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുമെന്നാണ്, പക്ഷേ നന്നായിട്ട് സീറ്റായിട്ട് കൂടുമെന്നാണ്, പക്ഷേ സീറ്റായിട്ട് കുറയുവാണ് ശരിക്കും ചെയ്തത്. അതും ഒരു കിടിലൻ സംഭവമായിരുന്നു. പിന്നെ നമ്മൾ അന്നിട്ട ടയർ അല്ല കേട്ടോ ഇത്, അന്നിട്ടൊരു MRFിൻ്റെ ടയറായിരുന്നു. അതിന് ഭയങ്കര വെയിറ്റ് ആയിരുന്നു ആ ടയറിന്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാനിപ്പം വീറബർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ടയറാണ് ഇട്ടേക്കുന്നത്. അപ്പം ഈ ഒരു കമ്പനീനെ അധികം ആൾക്കാർക്ക് പരിചയം ഉണ്ടാവില്ല. എന്താ പറയുക, ഇത് ശരിക്കും ഒരു മലേഷ്യൻ ബേസ്ഡ് കമ്പനിയാണ്. ബട്ട് അത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. അവർ ഇന്ത്യയിലും ടയർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാ വെഹിക്കിൾസിലും അങ്ങനെ അവൈലബിൾ അല്ല. ബട്ട് ഈ ഒരു ടയർ എന്ന് പറഞ്ഞാൽ 90 19 പ്രൊഫൈലാണ് വരുന്നത്. നമ്മുടെ ADV390ക്കും ഇമ്പൾസിനൊക്കെ ഈ ഒരു ടയർ യൂസ് ചെയ്യാൻ പറ്റും. 19 ഇഞ്ച് പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ വീതി വളരെ കുറവാണ്. പക്ഷേ കമ്പയർ ടു എന്താ പറയുക, നമ്മുടെ ഡ്യൂക്കിൻ്റെ ഒക്കെ 110 വരുന്നത്. പക്ഷേ എന്നാലും ഇതിൻ്റെ ബ്രേക്കിംഗ് ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഏറ്റവും ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റാണ്. ഈ ടയറിന് വെറും 1500 രൂപയെ വിലയുള്ളൂ. അപ്പോൾ അത് തന്നെ ഇതിൻ്റെ അകത്തൊരു പ്ലസ് പോയിൻ്റാണ്. 1500 രൂപയ്ക്ക് നമുക്ക് ഇതിൽ കൂടുതലൊരു ടയർ കിട്ടില്ല, അത് ഞാൻ ഗ്യാരണ്ടി പറയാം. അപ്പോൾ 1500 റുപ്പീസിന് കിട്ടിയ ടയറാണ്. ആൻഡ് ഓൾസോ ഇത് ട്യൂബ്ലെസ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇപ്പോൾ ട്യൂബ് ഇടുന്ന ടയർ തന്നെ ഞാൻ പുറത്ത് വെച്ച് ഏകദേശം 2500 രൂപയാണ് റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഒരു ട്യൂബ്ലെസ് ടയർ 1500 രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കിടുമല്ലേ. അപ്പോൾ പിന്നെ അതൊന്നും നോക്കിയില്ല, അപ്പോൾ പിന്നെ ഈ ഒരു ടയറും കയറ്റി. അപ്പോൾ ഈ ഒരു ടയറിൻ്റെ ഫീഡ്ബാക്കും പൊളിയായിരുന്നു. ഞാൻ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ല കംഫോർട്ടും കാര്യങ്ങളെല്ലാം കിട്ടി. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ ഒരു റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നോർമൽ ഡ്യൂക്കിൽ നമുക്ക് കുറച്ചുകൂടി താന്നിരിക്കുമ്പോൾ ഇത് കുറച്ചുകൂടി പൊങ്ങിയിരിക്കുന്ന പോലെ ഉണ്ട്. ലൈക്ക് നമുക്കൊരു ഒരു ഇമ്പൾസിലൊക്കെ ഇരിക്കുന്ന ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഈ ഒരു കറണ്ട് സെറ്റപ്പിൽ ഇപ്പോൾ കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കി അറിയാൻ പറ്റും, നമ്മുടെ ഹെഡ്ലൈറ്റ് കുറച്ചുകൂടി മുന്നോട്ട് പൊങ്ങിയിട്ടുണ്ട്. നമ്മുടെ നോർമൽ ഡ്യൂക്കിൻ്റെ വരുമ്പോൾ കുറച്ച് താന്നായിരിക്കും കിടക്കുക. ബട്ട് ഇത് കുറച്ചുകൂടി എന്താ പറയുക, ഒരു തല ഉയർത്തി നിൽക്കുന്ന ഡ്യൂക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്കൊരു ഗിഫ്റ്റായിട്ട് തന്നൊരു സാധനമാണ് ഈ കാണുന്നത്. ആക്ച്വലി നമ്മുടെ എന്താ പറയുക, ഫോഗ് ലാമ്പിൻ്റെ ക്യാപ്സാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇത് വെച്ച് കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് ഉണ്ടെന്ന് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയില്ല, അതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന മച്ചാനാണ്, സ്ലിപ്പർ ഷിഫ്റ്റർ എന്നാണ് പുള്ളിയുടെ പേര്. എൻ്റെ എല്ലാ വീഡിയോസിലും കമൻറ്റ് ഇടുന്ന മച്ചാനാണ്. അപ്പം മച്ചാൻ അറിയില്ല ഞാൻ ഇങ്ങനെ കാര്യം പറയുന്നത്. അപ്പോൾ മച്ചാൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഈ ഒരു ലൈറ്റ് HJGയുടെ മിനി ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റാണ്. മിനി ഡ്രൈവിൻ്റെ ഒറിജിനൽ ലൈറ്റാണ്. കിടിലൻ പെർഫോമൻസ് ആണ് കേട്ടോ. നമ്മൾ നൈറ്റിൽ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ എന്താ പറയുക, വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ് വരിക. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. എന്താ പറയുക, നമ്മുടെ ബാക്ക് സൈഡൊക്കെ കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി, നോർമൽ ഡ്യൂക്കിനേക്കാളും കുറച്ചുകൂടി പൊങ്ങിയിട്ടാണ് ബാക്ക് സൈഡ് നിൽക്കുന്നത്. പിന്നെ ഫ്രണ്ട് സൈഡ് ഒബ്വിയസ്ലി എന്തായാലും പൊങ്ങി നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വലിയൊരു ഡ്യൂക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എന്താ എൻ്റെ ഒരു ചെസ്റ്റിൻ്റെ അത്ര ഉണ്ട് നമ്മുടെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓവറോൾ റൈഡ് കംഫോർട്ട് കിടിലനായിരുന്നു. അപ്പോൾ കാര്യം ഞാൻ ഈ വണ്ടി ഓടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഈ ഒരു സെറ്റപ്പിൽ കിടിലൻ സെറ്റപ്പ് തന്നെയാണ്. ഫ്രണ്ടിൽ 19 ബാക്കിൽ 17 എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് അടിപൊളിയാണ്. അപ്പം അത് ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ അപ്ഡേറ്റ് ആയിട്ട് കുറേ പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോക്ക് വീൽസ് ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും അത് മൈൻഡിലുണ്ട്. പിന്നെ സ്പോക്ക് വീൽസൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. സോ എന്താ പറയുക, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലൊരു. എല്ലാം സമയം ഒത്തു വരുമ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കോഴിക്കോട് പോയി വന്ന സമയത്ത് ഒരു പയ്യൻ ഇങ്ങനോടൊന്ന് ചോദിച്ചു, ചേട്ടാ ഈ വണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എത്ര രൂപയായി? അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഫ്രണ്ട് ഷോക്കിന് ഇത്ര രൂപയായി, ബാക്ക് ഷോക്കിന് ഇത്ര രൂപ, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ പുള്ളി പറഞ്ഞു, ചേട്ടൻ്റെ കുറേ പൈസയൊക്കെ ഉണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ആക്ച്വലി അതൊക്കെ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ഈ ഒരു വണ്ടി സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 2.5 വർഷം കഷ്ടപ്പെട്ടിട്ടുണ്ട്. 2.5 വർഷം കൊണ്ടാണ് ഇന്നീ കാണുന്ന ഒരു ഡ്യൂക്കിലേക്ക് മാറിയത്. ഒരിക്കലും ഒരു ഇന്നലെ രാത്രിയോടുകൂടി പൊട്ടിമുളച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ 2.5 ഇയേഴ്സിലുള്ള കഷ്ടപ്പാടും ഇങ്ങനെ ആക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു ലെവലിൽ എത്തിച്ചത്. ഇന്നത്തെ ഓരോ പാർട്സും ഒരിക്കലും എല്ലാ പാർട്സും ഒരുമിച്ചല്ല വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ചതിന് ശേഷമാണ് ഇത് വാങ്ങിച്ചത്, അതിനുശേഷമാണ് ഇത് വന്നത്, ഇത് പതുക്കെയാണ് വന്നത്. അങ്ങനെ പതുക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരിക്കലും ഒറ്റയടിക്ക് ചെയ്തതല്ല. അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പതുക്കെ മൂവ് ചെയ്താൽ എന്തെങ്കിലും നമ്മൾ എത്തും എന്ന് പറഞ്ഞ പോലെയാണിത്. അപ്പം ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിനൊക്കെ വലിയ പൈസ ഇറങ്ങുമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഉള്ളതൊക്കെ കൂട്ടി വെച്ച് പതുക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കൊരു ആഗ്രഹം എത്ര കാലം നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡ്യൂക്ക് ഇങ്ങനെ ഒരു രീതിയിൽ അയക്കുന്നത്. അപ്പോൾ ഇനി ഫ്യൂച്ചർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോക്ക് വീൽസിൻ്റെ ഒരു പ്ലാനുണ്ട്. ഫ്രണ്ടും ബാക്കും സ്പോക്ക് വീൽസ് തന്നെ ഇടണം. അപ്പോൾ ഞാൻ സ്പോക്ക് വീൽസ് എടുക്കുകയാണെങ്കിൽ തന്നെ 19 ഇഞ്ച് തന്നെ ടയർ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ എന്താ പറയുക, കണ്ണൂർ പോയപ്പോൾ ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അത്യാവശ്യം കിടിലൻ ഫീഡ്ബാക്കാണ് കേട്ടോ എനിക്ക് വണ്ടിയിൽ കിട്ടിയത്. കാരണം നോർമൽ 17 ഇഞ്ച് ടയർ ഇട്ട് ഓഫ് റോഡ് ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഈ ഒരു ടയർ എന്താ പറയുക കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ്. MVD പൊക്കിയില്ലെങ്കിൽ. അപ്പം ഗൈസ് എന്താ പറയുക, പിന്നെ ഇതിനകത്ത് കിടക്കുന്ന എല്ലാ സാധനങ്ങളും KTMൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇൻ കേസ് ഒരു
പറയുകയാണ് ഇത് KTM ഒഫീഷ്യൽ സാധനമാണ്, ഈ അലോയ് KTMൻ്റെ ഒഫീഷ്യൽ സാധനമാണ്, അതുപോലെ തന്നെ എന്താ പറയുക ഈ ടയർ KTMൻ്റെ ഒഫീഷ്യൽ സാധനമാണ്. അങ്ങനെ എല്ലാം തന്നെ KTMൻ്റെ ഒഫീഷ്യൽ സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് വണ്ടിക്ക് ഒരു സ്റ്റോക്ക് ലുക്ക് കിട്ടാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിലൊരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലൊരു ഗ്രാഫിക്സ് മൈൻഡിലുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് അതുപോലത്തെ ഒരു പ്ലാൻ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. ഫ്യൂച്ചർ അപ്ഡേറ്റ് ആണ് കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഓവറോൾ ഫീഡ്ബാക്കിൽ എന്താ പറയുക, ഞാനൊരു 90% സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ടയർ മാറ്റിയതിൽ. ബിക്കോസ് പിന്നെ ഒരു 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ആ ഒരു 17 ഇഞ്ച് ടയർ കിട്ടുമ്പോൾ, കാരണം 110 ടയർ ആയതുകൊണ്ട് അതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് ആ ഒരു ടയറിന് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ബാക്കി എല്ലാ കാര്യത്തിലും 100% തന്നെ സാറ്റിസ്ഫൈഡ് എന്ന് തന്നെയാണ് പറയാം. അപ്പോൾ ഈ ഒരു ടയർ നിർത്താൻ തന്നെയാണ് എൻ്റെ ഒരു പ്ലാൻ. ഇനി ഫ്യൂച്ചറിൽ മാറ്റമില്ലെന്ന് അറിയില്ല, ബട്ട് സ്പോക്ക് വീൽസ് ആവാനും കൂടി ഒരു പ്ലാനുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ ഒരു 17 ഇഞ്ച് ടയറും ഈ ഒരു 19 ഇഞ്ച് ടയറും തമ്മിലുള്ള വെയിറ്റ് ഡിഫറൻസ്, അപ്പോൾ അത് ഏകദേശം ഒരു 1.3 kg ആണ് ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MRFൻ്റെ ടയർ ഇട്ടിട്ടാണ് നമ്മളത് ചെക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീറബർ ടയർ വരുന്ന സമയത്ത് അതിന് കുറച്ചുകൂടെ വെയിറ്റ് കുറവാണ്. സോ എന്തായാലും മേ ബി ഒരു 1 kgയുടെ ഡിഫറൻസ് ആണ് കേട്ടോ ഉള്ളൂ ഈ ഒരു ടയർ മാറ്റുന്ന പോലെ. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ എഞ്ചിൻ അത്രയും വലിയ സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്ത് പോവുകയും ചെയ്യാം. അപ്പോൾ മച്ചന്മാരെ എന്താ പറയുക, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം ഒന്നുകൂടെ പറയുകയാണ് ഗായ്സ്, ഇതൊന്നും ഇന്നലെ വന്ന് സെറ്റ് ചെയ്തതല്ല, 2.5 വർഷത്തെ ഹാർഡ് വർക്കും 2.5 വർഷത്തെ ഡ്രീമും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തൊരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പം അതുപോലെ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ നടക്കും തന്നെ വിചാരിക്കാം. അപ്പം ഇനി അടുത്ത് തന്നെ നമുക്കൊരു ഒരു കിടിലൻ ഓഫ് റോഡ് ട്രാക്ക് പോകാനുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു പെർഫെക്റ്റ് ഓഫ് റോഡിൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടെ പറയാം. അപ്പോൾ ചെറിയൊരു ഓഫ് റോഡ് ഞാൻ കണ്ണൂർ പോയി ചെയ്തായിരുന്നു. അപ്പോൾ അതിലെനിക്ക് അടിപൊളി ഫീഡ്ബാക്കാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇനി അങ്ങോട്ട് അടിപൊളി തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു രക്ഷയില്ല, അടി തട്ടു എന്നുള്ളൊരു ടെൻഷനേ വേണ്ട, നമുക്ക് ചുമ്മാ ഇതിൽ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. അത് തന്നെ ഒരു അടിപൊളി അഡ്വാൻറ്റേജാണ്. പിന്നെ കുറച്ചുകൂടി ഷോർട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് കാലുകുത്താനായിട്ട് കുറച്ച് സീനായിരിക്കും, കാരണം ഇത്രയും പൊങ്ങിയതുകൊണ്ട്. ഞാൻ ഏകദേശം 5.8 ഉണ്ട്. അപ്പം എനിക്കും ഓക്കെ, ലൈക്ക് ഇങ്ങനെ ഒരിക്കലും കാല് കുത്താൻ പറ്റത്തില്ല, ബട്ട് എന്നാലും ഇങ്ങനെ ചെരിച്ചിട്ടാണെങ്കിലും കാല് കുത്താം. ബട്ട് അതിൻ്റെ താഴെ ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യാണ്, നിങ്ങൾ ആരെങ്കിലും ഈ ഒരു 19 ഇഞ്ച് ടയർ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ADVയുടെ ഷോക്ക് മസ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർഫെക്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മച്ചന്മാരെ ഇതൊക്കെ ഉള്ളൂ. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വണ്ടിയുടെ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരം വരെ നന്ദി. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഗൈസ്, ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.